കുറെ ആളുകളുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമായിരിക്കും ഇസ്കീമിക് സ്ട്രോക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആജീവനാന്തം ആസ്പിരിൻ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ് എന്തിനാണെന്നുള്ളത്. സ്ട്രോക്കിന് കാരണമായിട്ടുള്ള ബി പി ആണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുക, ഷുഗർ ആണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുക, പുകവലി ആയിരുന്നെങ്കിൽ പുകവലി നിർത്തുക, അങ്ങനെ ചെയ്താൽ പോരെ. ശരി, ഇനി കുറച്ച് നാൾ ആസ്പിരിൻ കഴിക്കണമെങ്കിൽ കഴിക്കാം. അത് കഴിച്ച് അസുഖം ഭേദപ്പെട്ടതിന് ശേഷം ആസ്പിരിൻ നിർത്തിക്കൂടെ? ഇതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ സ്ട്രോക്ക് വന്നിട്ടുള്ള 4-1 ഭാവിയിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ ഏതാനും കൊല്ലങ്ങളിൽ. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് പരസ്പരം ഒട്ടിപ്പിടിച്ച് അടിഞ്ഞുകൂടി രക്തക്കുഴലിനുള്ളിൽ രക്തക്കട്ട രൂപപ്പെട്ട് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ആസ്പിരിൻ പോലുള്ള ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളുടെ ധർമ്മം. അതുകൊണ്ട് ഇസ്കീമിക് സ്ട്രോക്കാണ് ഉണ്ടായതെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ തടയേണ്ടത് അത്യാവശ്യമാണ്. സ്ട്രോക്കിന്റെ കാരണം മിക്കവാറും കേസുകളിൽ മൾട്ടി ഫാക്ടോറിയലാണ്. അതായത് ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളും അതിന്റെ പിന്നിലുണ്ടാവും. പുകവലി, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാരണങ്ങൾക്ക് പുറമെ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്ലേറ്റ്ലെറ്റുകളുടെ മറ്റ് ക്ലോട്ടിംഗ് ഫാക്ടറികളുടെയും പ്രവർത്തനത്തിലുള്ള തകരാറുകൾ, രക്തത്തിലെ മറ്റ് ചില ഘടകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, രക്തക്കുഴലുകളുടെ കട്ടി കൂടുന്നത്, പിന്നെ നമുക്ക് അറിയാത്ത വേറെ സൈലന്റ് വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് പലതും ഉണ്ടാവും. സോ ബി പി ട്രീറ്റ്മെന്റ് പ്ലസ് ആസ്പിരിൻ മോർ പ്രൊട്ടക്ഷൻ, ഡയബറ്റിക് ട്രീറ്റ്മെന്റ് പ്ലസ് ആസ്പിരിൻ മോർ പ്രൊട്ടക്ഷൻ. ബി പി മരുന്ന് കഴിച്ചാൽ തീർച്ചയായിട്ടും രക്തക്കുഴലുകൾക്കുള്ളിൽ പ്രഷർ കുറയുന്നു. അതുകൊണ്ട് തന്നെ ബി പി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിന്റെ മരുന്ന് കഴിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യണം. പുകവലി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തണം. ഈ കാര്യങ്ങളിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ആസ്പിരിൻ കഴിക്കുമ്പോൾ ബ്ലീഡിംഗ് റിസ്കിൽ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യത, ഇതാണ് അടുത്ത സംശയം. ആ സാധ്യത താരതമ്യേന വളരെ കുറവാണ്. ഒരു പ്രാവശ്യം ഇസ്കീമിക് സ്ട്രോക്ക് വന്ന 4-1 ആസ്പിരിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാളും വളരെ സാധ്യത കുറഞ്ഞൊരു പ്രശ്നമാണ്. റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് നമ്മളൊരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് ഗുണം, റിസ്കിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ സാരം. നമ്മൾ ഓർക്കണം, സ്ട്രോക്ക് എന്നുള്ളത് വളരെ സീരിയസ് ആയ, മിക്കപ്പോഴും വളരെ ഡിസേബിളിംഗ് ആക്കുന്ന ഒരു അസുഖമാണ്. ഒരാളുടെ ജീവിതത്തിന് അത് വളരെയധികം ബാധിക്കും. രോഗം ബാധിച്ച് കിടപ്പിലാവാം, സംസാരിക്കാൻ പറ്റാതെയാവാം, തൽഫലമായി ജോലി ചെയ്യാൻ പറ്റാതെയാവാം, സാമ്പത്തികമായിട്ട് തകർന്നു പോകാം. വയറ്റിൽ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളിൽ നമുക്ക് ആന്റാസിഡ്സ് ഉപയോഗിക്കാം. എങ്ങാനും അപൂർവമായി ഇനി ബ്ലീഡിംഗ് ഉണ്ടായാൽ തന്നെ നമുക്കത് നിയന്ത്രണ വിധേയമാക്കാനും പൂർവ്വസ്ഥിതിയിലാക്കാനും താരതമ്യേന എളുപ്പത്തിൽ പറ്റും. പക്ഷെ സ്ട്രോക്ക് ഉണ്ടായാൽ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ അത് ശരിയാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ ലോ ഡോസിലാണ് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ആസ്പിരിൻ കൊടുക്കുന്നത്. എന്നിരുന്നാലും വളരെ ബ്ലീഡിംഗ് റിസ്ക് ഉള്ള ചില ആളുകൾക്ക് താൽക്കാലികമായി ചിലപ്പോൾ സ്ഥിരമായിട്ട് ആസ്പിരിൻ ഒഴിവാക്കേണ്ടി വന്നേക്കാം. അത് ശരിയാണ്. ഓർക്ക് രണ്ടാമതും സ്ട്രോക്ക് വരാനുള്ള സാധ്യത എന്നത് തീർച്ചയായിട്ടും ഉള്ള ഒരു സംഗതിയാണ്. ആസ്പിരിൻ ആ റിസ്ക് വളരെയധികം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് മരുന്നുകളുടെ കൂടെ ആസ്പിരിൻ സ്ഥിരമായി കഴിക്കേണ്ടതുണ്ട്. ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ള രോഗികൾ ആസ്പിരിൻ ആജീവനാന്തം കഴിക്കേണ്ടതുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതയാണ്.